ഹലോ ഫ്രണ്ട്സ്, ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ സബ്ജക്റ്റ് മെൻ്റൽ പ്രോബ്ലംസ്. ആളുകൾ മെൻ്റൽ പ്രോബ്ലംസിനെ പല പല രീതിയിലാണ് കാണുന്നത്. കുറഞ്ഞ മെൻ്റൽ പ്രോബ്ലം ആണെങ്കിൽ അവർ പറയും ടെൻഷൻ എന്ന്. കുറച്ചും കൂടി കൂടിയാൽ അവർ പറയും മെൻ്റൽ പ്രോബ്ലമാണ്, മാനസിക പ്രശ്നമാണെന്ന് പറയും. ഒന്ന് മൂത്താലോ ഒരു പിരാന്ത് എന്നും പറയും. അതിന് സൈക്കോസിസ് എന്നാണ് ഭ്രാന്തിനെ മെഡിക്കൽ സയൻസിൽ പറയുന്നത്. എനിവേ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരിക്കലും ഈ ക്ലാസിഫിക്കേഷൻ അല്ല. ഞാൻ എല്ലാ മെൻ്റൽ പ്രോബ്ലംസും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അബൌട്ട് 13 പ്രോബ്ലംസ്, 13 പ്രോബ്ലംസ്. എന്നിട്ട് നിങ്ങളുടെ ആർക്കെങ്കിലും ഇതുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇൻ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ് നടത്തുന്ന സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലംസ് മരുന്ന് വഴി ട്രീറ്റ് ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെയോ പോയി കാണേണ്ടതാണ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? കൗൺസിലിംഗ് നടത്തുന്ന സൈക്കോളജിസ്റ്റും സൈക്കാട്രിക് പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റും, അങ്ങനെ 2 വിഭാഗക്കാരുണ്ട് ഈ ഫീൽഡിൽ. ഓക്കെ, ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സൊമാറ്റിഫോം ഡിസോർഡറാണ്. സൊമാറ്റിഫോം ഡിസോർഡർ. ഈ സൊമാറ്റിഫോം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്നു, അവന് ടീച്ചറെ ഇഷ്ടമല്ല, അതുകൊണ്ട് ആ ടീച്ചറുടെ അടുത്തേക്ക് അവന് പോകുമ്പോൾ വയറുവേദനയോ പനിയോ അങ്ങനെയായിട്ട് സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്ന് ലീവ് ആവുക. എന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും ചെയ്തു, ആൾ ദ ടെസ്റ്റ്, മെഡിക്കൽ കണ്ടീഷനിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് ഒന്നിലും ഒരു കുഴപ്പമില്ലെങ്കിൽ, പക്ഷേ ഇവനാണെങ്കിൽ വയറുവേദന അതുപോലെയുള്ള സിംറ്റംസ് ഉണ്ടേനും. അപ്പോൾ എന്താ കാരണം? അതൊരു സൈക്കാട്രിക് പ്രോബ്ലം ആണ്. സൈക്കാട്രിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ പ്രോബ്ലം ആണ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ കുറേ കാലം ജീവിക്കുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമുക്ക്, ഇതൊരിക്കലും അയാളുടെ വീക്ക്നെസ് ഒന്നുമല്ല, എന്തെങ്കിലും അസുഖം ഉണ്ട്, ഭയങ്കര വേദന, അയാൾക്ക് വേദന ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു മെഡിക്കൽ കണ്ടീഷനും അല്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സൊമാറ്റിഫോം ഡിസോർഡർ. അതായത് അങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്, നമുക്ക് പറ്റാത്തൊരു എൻവയോൺമെൻറ്റിൽ നിന്നാൽ ഉണ്ടാകുന്ന ഡിസോർഡറാണ് സൊമാറ്റിഫോം ഡിസോർഡർ. ഓക്കെ, ഇത് വേറെ ചിലർക്ക് നെഞ്ഞുവേദന, ചിലർക്ക് ശ്വാസം മുട്ടലോ എന്തായിട്ടും വരാം. അങ്ങനെ ഒരു പ്രത്യേക മെഡിക്കൽ കേസ് തന്നെ ആയിരിക്കും ഇത്. പക്ഷേ നമ്മൾ എല്ലാ ടെസ്റ്റ് ചെയ്താലും ഒന്നും ഇല്ലാത്ത ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇറ്റ് ഈസ് എ സൈക്കാട്രിക് കണ്ടീഷൻ നോൺ ആസ് സൊമാറ്റിഫോം ഡിസോർഡർ. എനിക്കിതിൽ പറയാനുള്ളത്, ആദ്യം തന്നെ ആൾക്കാരെ യു ഹാവ് സൊമാറ്റിഫോം ഡിസോർഡർ എന്ന് പറയാൻ പാടില്ല. എല്ലാ കണ്ടീഷൻസും എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇറ്റ് ഈസ് എ സൈക്കാട്രിക് കണ്ടീഷൻ. ഓക്കെ, രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഡിസ്ലെക്സിയ എന്ന കണ്ടീഷനാണ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് സ്കൂളിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ എത്തിയിട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ചെറുതൊന്നുമല്ല, അല്ലെങ്കിൽ ശരിക്കും വായിക്കാനേ അറിയുന്നില്ല, എഴുതാനേ കഴിയുന്നില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ മെൻ്റലി റിട്ടാർഡഡ് എന്നല്ല പറയേണ്ടത്. ഇറ്റ് ഈസ് അനദർ കണ്ടീഷൻ നോൺ ആസ് ഡിസ്ലെക്സിയ. ആ ഡിസ്ലെക്സിയ എന്ന് അതിനെ പറയുക. അതായത് സംഭവം, ഇവരിപ്പോൾ ഒന്നിനും കൊള്ളാത്തവരാന്നൊന്നുമില്ല, ഇവർ ഹൈലി ബ്രൈറ്റ് ആയിരിക്കും, ഹൈലി സ്കിൽഡ് ആയിരിക്കും, നല്ല കഴിവുണ്ടാകുന്ന കുട്ടികളായിരിക്കും. വല്ല നോൺ അക്കാദമിക് ആക്ടിവിറ്റി ഒക്കെ ചോദിച്ചാൽ അവർക്ക് നന്നായിട്ട് അറിയാം, ഫുട്ബോൾ കളിക്കാനോ എല്ലാത്തിനും അറിയാം. പക്ഷേ ഇവരിതുണ്ട്, ഇവർ പഠിക്കാനിട്ടോ ഇവർക്ക് ആത്മാർത്ഥത ഇല്ലായിട്ടോ ഒന്നുമല്ല. ഇറ്റ് ഈസ് നോൺ ആസ് ഡിസ്ലെക്സിയ. ഇപ്പോൾ 2 പറഞ്ഞു. സൊമാറ്റിഫോം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ വെറുതെ വയറുവേദന, പനി എന്നൊക്കെ പറയാം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്, അതേപോലെ എഴുത്ത്, വായന, അതിലൊന്നും കഴിയാതിരിക്കുക. ഇതുണ്ട്, ഉള്ളതാണ്. ഓക്കെ, മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള അസുഖമാണ് പാരാനോയ. പാരനോയ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ നമ്മുടെ ബ്രെയിൻ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ വർക്ക് ചെയ്യുക, ഒരു പോലീസ് ഓഫീസറെ പോലെ വർക്ക് ചെയ്യുക. അതായത് അവിടെ എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ശരിക്കും അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. അങ്ങനെ വളരെ ഡിഫെൻസീവായിട്ട്, വളരെ അഗ്രസീവായിട്ട് നടക്കുന്ന വെരി പാത്തറ്റിക് കണ്ടീഷനാണ് പാരനോയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യു ഗോട്ട് 3 സൊമാറ്റിഫോം ഡിസോർഡർ, പിന്നെന്താ പറഞ്ഞേ? ഡിസ്ലെക്സിയ, മൂന്നാമതേതാ പറഞ്ഞേ? പാരനോയ. ഓക്കെ, അടുത്തതായി എനിക്ക് പറയാനുള്ള അസുഖമാണ് സ്ലീപ്പ് ഡിസോർഡർ അഥവാ ഉറക്ക പ്രശ്നം. ഈ പ്രശ്നം 45% ആൾക്കാരും ഈ ലോകത്ത് അനുഭവിക്കുന്ന ഒന്നാണ്. ഞാൻ പല പല ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ഇൻസോംനിയ എന്ന് പറയുന്ന ഉറക്കില്ലായ്മ, രാത്രി ഉറക്കില്ലാതിരിക്കുക. രണ്ടാമത് നാർക്കോലെപ്സി എന്ന് പറയുന്ന ഡേ ടൈമിൽ ഉറങ്ങുന്ന അസുഖം. മൂന്നാമത് സ്ലീപ്പ് ടാക്ക് ഉണ്ട്, അതായത് ഉറക്കത്തിൽ വർത്താനം പറയുക, അല്ലെങ്കിൽ സ്ലീപ്പ് വാക്കുണ്ട്, ഉറക്കിക്കൊണ്ട് തന്നെ നടക്കുക. സ്ലീപ്പ് ഈറ്റിംഗ് ഉണ്ട്, ഉറക്കത്തിൽ ഫ്രിഡ്ജിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കുക. അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ ഉണ്ട്. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയ ശേഷം ശ്വാസം മുട്ടുക. ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാവും, അതല്ല. ഉറങ്ങിയ ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ ഇൻസ്പയർ ചെയ്യാനും എക്സ്പയർ ചെയ്യാനും, അതായത് ശ്വാസം അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും കഴിയാതിരിക്കുക, അവിടെ സ്റ്റക്കായി നിൽക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഞാൻ സ്ലീപ്പ് പ്രോബ്ലംസിൽ പറഞ്ഞ്? ഇൻസോംനിയ എന്ന് പറയപ്പെടുന്ന സ്ലീപ്പ് ഇല്ലാതിരിക്കുന്നത്, നാർക്കോലെപ്സി എന്ന് പറയപ്പെടുന്ന ഡേ ടൈം സ്ലീപ്പ്നെസ്, പിന്നെ സ്ലീപ്പിൽ ടാക്ക്, സ്ലീപ്പിൽ വാക്ക്, സ്ലീപ്പിൽ ഈറ്റിംഗ്, പിന്നെ ഒന്നും കൂടി പറഞ്ഞു സ്ലീപ്പ് അപ്നിയ എന്ന് പറയപ്പെടുന്ന ഉറങ്ങിയതിന് ശേഷം ശ്വാസം മുട്ടുന്ന കണ്ടീഷൻ. ഓക്കെ,
ഇനി ഞാൻ വേറൊന്ന് പറയട്ടെ. ഓട്ടിസം അഥവാ ASD എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. സിംപ്ലി നമുക്ക് ഇതിനെ മെൻ്റൽ റിട്ടാർഡേഷൻ, മാന്ന ബുദ്ധി എന്നൊക്കെ പറയാം. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ സോഷ്യൽ സ്കില്ല് ഉണ്ടാവില്ല ആ കുട്ടികൾക്ക്. അതായത് സോഷ്യലി ഇൻ്ററാക്ട് ചെയ്യാനോ സമൂഹവുമായിട്ട് ഇടപഴകാനോ ഒന്നും ചിലപ്പോൾ കഴിയില്ല. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലർ തീരെ സംസാരിക്കില്ല. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചില ആൾക്കാർക്ക് നല്ല ഹോബീസ്, നല്ല സ്കിൽസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യും, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ അവർക്ക് വാഹനങ്ങളോട് ഭയങ്കര പ്രിയമായിരിക്കും. അങ്ങനെ അവർക്ക് അവരുടേതായ ലോകത്തിൽ വളരെയധികം സ്കിൽഡ് ഉള്ള ഈവൻ ഡോക്ടേഴ്സ് വരെ ആകാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചെന്ന് വരും. പക്ഷേ ഇവർക്ക് ഇൻറ്ററാക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ മിക്കവാറും കേസിൽ ജോബ് നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, അതുപോലെ ജോലി കിട്ടുകയില്ല. പിന്നെ അതുപോലെ ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, മറ്റുള്ളവരോട് സംസാരിക്കും. അങ്ങനത്തെ കുറേ പ്രോബ്ലം ഉണ്ട്. ഇത് ഓട്ടിസം എന്നറിയപ്പെടുന്നത്, സിംപ്ലി ഓട്ടിസം. അതായത് എല്ലാവരും ചിരിക്കുമെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇവർ മാത്രം വേറെ ഏതോ ലോകത്തുള്ള പോലെ ആയിരിക്കും. നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. ഓട്ടിസം എന്നാണ് അതിനെ ജനറലി പറയാറ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് 5 എണ്ണം പറഞ്ഞു തന്നു. 1 നമ്മുടെ സൊമാറ്റിഫോൺ ഡിസോർഡർ, 2 ഡിസ്ലെക്സിയ, 3 സ്ലീപ്പ് ഡിസോർഡർ, 4 ഐ തിങ്ക് ഇറ്റ്സ് ഓട്ടിസം. ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ, ഏതാണ് ആ കാര്യം? പാരാനോയ എന്ന് പറയുന്നത് നമ്മുടെ ഡേഞ്ചർ ഡിറ്റക്ട് ചെയ്യുന്ന പ്രോബ്ലം. അപ്പോൾ 5 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ 6ാമത്തെ അസുഖം OCD എന്ന അസുഖമാണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. പേടിക്കണ്ട. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ തോന്നുകയാണ് ഇവിടെയൊക്കെ നിറയെ അണുക്കളാണ്, അതൊക്കെ എൻ്റെ മേത്ത് കയറും വിചാരിച്ച് എപ്പോഴും കഴുകി സോപ്പിട്ട് കഴുകി ഒബ്സഷൻ, ഒരു ചിന്ത ഉണ്ടാവും, വസ്വാസ് എന്ന് പറയുന്ന ചിന്ത ഉണ്ടാവും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകുന്നതാണ് കമ്പൽഷൻ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ വാതിൽ കുറ്റിയിട്ടോ ഒരു 16-15 പ്രാവശ്യമൊക്കെ നോക്കുന്നെങ്കിൽ യു ഹാവ് ഒബ്സഷൻ. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തോ 1, 2, 3 ഒക്കെ നോർമലാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നോക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ പേഴ്സിൽ ക്യാഷ് ഇല്ലേ വീണ്ടും നോക്കുക. ചിന്ത വരുന്നത് ഒബ്സഷൻ എന്നും, അത് പിന്നെ മൂത്താലാണ് ഇത് കമ്പൽഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒന്നാണ് ADHD. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുട്ടികളെ, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇവർക്ക് ഇപ്പോൾ നമ്മൾ ഒരു സർക്കസ് എക്സാമ്പിളായിട്ട് എടുക്കുക. അതിൽ കുറേ ആൾക്കാർ കോമാളികളുണ്ട്, അഭ്യാസം ചെയ്യുന്നവരുണ്ട്, അനിമൽസ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷികളൊക്കെ ഉണ്ട്. ഇവർക്ക് ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒന്നത് പിന്നത് അതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ്. ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത, ഈവൻ യങ് ഏജിലുള്ളവർക്കും പോലും ഇത് സാധിക്കാത്ത പേരുണ്ട്. ADHD ഡയഗ്നോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചായിരിക്കും, ഒരിടത്ത് അടങ്ങി നിൽക്കാൻ കഴിയില്ല, ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ADHD. ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു? സൊമാറ്റിഫോൺ ഡിസോർഡർ, പിന്നെ എന്താ പറഞ്ഞത്? സ്ലീപ്പ് പ്രോബ്ലം, പിന്നെ നമ്മൾ പറഞ്ഞത് ഡിസ്ലെക്സിയ, പാരനോയ, ഓട്ടിസം, പിന്നെ OCD. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈറ്റിംഗ് ഡിസോർഡർ എന്നാണ്. അതായത് തീറ്റയുമായി ബന്ധപ്പെട്ട ഡിസോർഡർ. ഭക്ഷണം കുറേ കഴിച്ചിട്ട് അങ്ങനെയുള്ളൊരു ഡിസോർഡർ ഉണ്ട്. കുറേ ഭക്ഷണത്തിനോട് ബുള്ളിമിയ എന്നൊക്കെ പറയും പോലെ കുറേ ജങ്ക് ഫുഡ്സ് കുറേ കഴിക്കുക, ലൈസ് കഴിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരു അസുഖമുണ്ട്. അനോറക്സിയ ഉണ്ട്, കുറേ പട്ടിണി എടുക്കുക. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ബോഡി സ്ലിം ആവാനെന്നൊക്കെ അവർ പറയുക. അങ്ങനെ അത് മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യുന്ന സൈക്കാട്രിക് കണ്ടീഷനാണ് ബുള്ളിമിയ. ബുള്ളിമിയ അല്ല, നമ്മുടെ അനോറക്സിയ. ഇങ്ങനത്തെ കണ്ടീഷനാണ് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ഒന്നുകിൽ ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വയറിളക്കി കളയും, അതൊക്കെ ഉണ്ട്, സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഉള്ളവർ തീരെ ഭക്ഷണം കഴിക്കൂല, അങ്ങോട്ട് തടി മെലിഞ്ഞ് എന്താ പറയുക, ഈ പട്ടിണി രാജ്യങ്ങളിലുള്ള കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഇത് കാണുന്നുണ്ട്. ഇതെല്ലാം സൈക്കാട്രിക് പ്രോബ്ലമാണ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ, ബേജാറ്, വറി എന്നൊക്കെ പറയുന്നത്. ചില ആൾക്കാർക്ക് ചില സിറ്റുവേഷൻ കണ്ടാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ബേജാറാണ്, ഭയങ്കര വറീസാണ്, അല്ലെങ്കിൽ ഭയങ്കര ഫിയറാണ്, ഭയങ്കര പേടിയാണ്. ഇതന്നെ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ട്. ഫോബിക് ഡിസോർഡർ, അതായത് ചില കാര്യത്തെ സൗണ്ട് കേൾക്കുന്നത് പേടി, അല്ലെങ്കിൽ എന്താ പറയുക ആഴം കാണുന്നത് പേടി, ഉയരം കാണുന്നത് പേടി, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അല്ലെങ്കിൽ സോഷ്യോഫോബിയ, നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ പേടി, അഗാരോഫോബിയ, അതായത് ഓപ്പൺ സ്പേസ് കാണുമ്പോൾ പേടി, അങ്ങനെ പലതും ഉണ്ട്. ഇതെല്ലാം ആങ്സൈറ്റി അഥവാ ബേജാർ എന്നുള്ളതാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ട്രീറ്റഡ്. ഇതിൽ ഓട്ടിസം ഒഴിച്ച് ആ പാരനോയ പിന്നെ കുറച്ചും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്ത് മാറാവുന്ന അസുഖങ്ങളാണ്. ഇനി പറഞ്ഞുതരാം. ഇനി എനിക്ക് പറയാനുള്ളത് ചിത്തഭ്രമം എന്നറിയപ്പെടുന്ന ഷിസോഫ്രീനിയ എന്ന അസുഖമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും കാണാത്ത കാര്യങ്ങൾ കാണും,
അങ്ങനെ തോന്നും മനുഷ്യന്. പക്ഷേ എല്ലാവർക്കും പറഞ്ഞു കൊടുത്താലും, അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് പറഞ്ഞു കൊടുത്താലും ഇവൻ അത് വിശ്വസിക്കും. അതാണ് ആരും കാണാത്തത് കാണുക, ആരും വിശ്വസിക്കാത്തത് വിശ്വസിക്കുക. അതുപോലെ ചില കാര്യങ്ങൾ എല്ലാവരും കാണുന്ന പോലെ അല്ലാതെ വേറെ രൂപത്തിൽ കാണുക. ഡെലൂഷൻ, ഇല്യൂഷൻ, ഹാലൂസിനേഷൻ എന്നൊക്കെയാണ് ഇതിനെ പറയുക. ഷിസോഫ്രീനിയ ഇതും ട്രീറ്റബിൾ ഡിസീസാണ്. പിന്നെ ഒന്നുള്ളതാണ് BPD അഥവാ ബൈപോളാർ ഡിസോർഡർ എന്നറിയപ്പെടുന്നത്. ഈ ആക്ച്വലി BPD എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് ഈ നമ്മളെ എമോഷൻസുമായിട്ട് കളിക്കുന്നതാണ്. അതായത് എക്സ്ട്രീം സാഡ്നെസ്, അതായത് സങ്കടം വന്നാൽ ഭയങ്കര സങ്കടം, ഡിപ്രഷൻ ആവും. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദരോഗമാവും. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതുപോലെ എക്സ്ട്രീം ഹാപ്പിനെസ്, മാനിയ എന്ന ഉന്മാദാവസ്ഥ ആവും. അതുകൊണ്ട് ഉന്മാദാവസ്ഥ, ഡിപ്രഷൻ അങ്ങനെ മാറി മാറി വരുന്ന ഒരു സ്പെഷ്യൽ കണ്ടീഷനാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കുട്ടി ആരെങ്കിലും അങ്ങനെ ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടും ചിലപ്പോൾ ഭയങ്കര അപ്പായിട്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ബൈപോളാർ ഡിസോർഡറിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, ഇങ്ങനെയുള്ളവർക്ക് ഡിപ്രഷൻ സ്പേസിൽ ഒരു കാര്യത്തിലും താല്പര്യം ഉണ്ടാവില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, ഉറക്കം കുറയുകയൊക്കെ ചെയ്യും. അതുപോലെ ഈ ഉന്മാദാവസ്ഥ എന്ന് പറയുന്ന മാനിക് എപ്പിസോഡിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കും, ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഉറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഈ ബൈപോളാർ ഡിസോർഡറിൻ്റെ. ഇതങ്ങനെ മാറി മാറി വരും. ഒരിക്കൽ ഹാപ്പി, പിന്നെ സാഡ്, ഹാപ്പി സാഡ് അല്ല, ആ റേഞ്ച് വിട്ടിട്ട് ഒന്നെന്താവും മാനിയ എന്ന ഫേസും ഉന്മാദാവസ്ഥയും, മറ്റേത് ഡിപ്രഷൻ എന്ന ഫേസും ആവും. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അസുഖമാണ്. അതായത് ചില ട്രോമാറ്റിക് ഇവൻറ്റ്, വീട്ടിലെല്ലാവരും കൊല്ലപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ, അല്ലെങ്കിൽ എവിടെ പോയി, ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാലമാണല്ലോ, അല്ലെങ്കിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ എല്ലാവരും കൊല്ലപ്പെട്ടു, ഇയാൾ മാത്രം സർവൈവ് ചെയ്തു. അപ്പം സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇവർ ആകെ ആ ഇവൻ്റ് ഓർത്തിരിക്കുമ്പോൾ അവർക്ക് ആകെ കൂടി ഭയങ്കരമായിട്ട് എന്താ പറയുക, വറീനെസ്സും ആങ്ഷൈറ്റി എല്ലാം കൂടി വരും. അതായത് അത് ഞങ്ങൾ ഫ്ലാഷ് ബാക്കായി വീണ്ടും ബ്രെയിൻ അത് മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും അത് ഓർമ്മ വന്നിട്ട് ഇവരാകെ എന്താ പറയുക, ഭയങ്കര ടെൻഷനായിട്ട് ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുന്ന ഒരു അവസ്ഥ വരും. അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആൾമോസ്റ്റ് എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തീരെ എഫക്റ്റീവ് ആവാത്തത് ഇതിലെ ചില മിക്സ്ഡ് കേസ് വരും. അതായത് ഷിസോഫ്രീനിയൊക്കെ കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ പാരനോയ, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടിസം, അതൊക്കെ മാനേജ് ചെയ്യാനേ കഴിയുള്ളൂ. മാനേജ് ചെയ്യാം, അല്ലാതെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളൂ. ബാക്കി എല്ലാ ഓബ്സസീവ് ആൾമോസ്റ്റ് എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അല്ലാതെ വെറുതെ അന്ധവിശ്വാസങ്ങളുടെ കൂടെയൊന്നും പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, നമ്മുടെ ബോഡി ഉണ്ടല്ലോ, നമുക്ക് ബോഡിയിൽ എന്തൊക്കെ അസുഖം വരും, വയറുവേദന വരും, ചുമ വരും, ജലദോഷം വരും, വേദനകൾ വരും, തലവേദന വരും. ഇതുപോലെ നമ്മുടെ മനസ്സിനും പല അസുഖങ്ങളും ഉണ്ട്. അതാണ് ഇങ്ങനത്തെ ഡിപ്രഷൻ, അമാനിയ, ബൈപോളാർ ഡിസോർഡർ, ഷിസോഫ്രീനിയ, പാരനോയ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, നാർക്കോലെപ്സി, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ആ രൂപത്തിൽ കണ്ടാൽ മതി. നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാറുന്ന പ്രോബ്ലമേ ഉള്ളൂ. അതുകൊണ്ടാണ് തന്നെ മെൻ്റൽ ഡിസീസിനെ കുറിച്ചുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും അസുഖത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. എന്നിരിക്കെ നമ്മൾ പറയുന്നത്, ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്വയം ട്രീറ്റ്മെൻറ്റ് ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. സൈക്കാട്രിക് മെഡിസിൻസ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടൂല. അപ്പോൾ നിങ്ങളൊരു സൈക്രാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ, കാര്യങ്ങൾ തുറന്നു പറയാൻ കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണിക്കണം. സൈക്കോളജിസ്റ്റ് പറയുകയാണ് ഇത് കൗൺസിലിംഗ് പോരാ, ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുമെങ്കിൽ they will refer to a psychiatrist. Thank you for watching. If you want more information, you like me, subscribe me and support me. Thank you. Bye.